നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ സിപിഎമ്മിന്റെ നിലവിലത്തെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അത് ജനങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നു, ജനങ്ങൾ അതിന് മറുപടി പറയുന്നു എന്നത് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിനുണ്ടായിട്ടുള്ള പതനത്തിന്റെ ഏറ്റവും വലിയ കാരണമായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ആ സമയത്തുണ്ടായ പാർട്ടിക്കേറ്റ നാണക്കേട് അത് മറയ്ക്കാനുള്ള ഇനി ഏക മാർഗം എന്ന് പറയുന്നത് നിയമം തിരഞ്ഞെടുപ്പാണ്. നിയമത്തെങ്കിലും വിജയിച്ചില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു വോട്ട് ശതമാനം കൂട്ടിയിട്ടില്ല എങ്കിൽ കേരളത്തിൽ സിപിഎമ്മിന്റെ അധപതനമായിരിക്കും എന്നുള്ള ഒരു ഭയത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള അന്വേഷണങ്ങൾ, ഗൂഢാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചർച്ചകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ വി ശിവൻകുട്ടിയെ തന്നെ നിയമത്ത് നിർത്തിക്കൊണ്ട് BJPക്കെതിരെ മത്സരിപ്പിക്കാം എന്നുള്ള തീരുമാനമടക്കമാണ് സിപിഎമ്മിനുള്ളിൽ നടക്കുന്നത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. വി ശിവൻകുട്ടിയല്ലാതെ പാർട്ടിയുടെ ഈ ഒരു അഭിമാനം അല്ലെങ്കിൽ ഈ ഒരു അപമാനം മാറ്റാൻ വേണ്ടിയുള്ള മറ്റൊരു പോരാളി ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്കാണ് സിപിഎം എത്തുന്നത്. പക്ഷേ അവിടെ വലിയ ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷനെ ഇറക്കി BJP നിയമം പിടിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് BJPക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടിയെ നിർത്തിക്കൊണ്ട് സിപിഎം ഒരു പ്രതിരോധം തീർക്കാമെന്ന് കരുതുന്നത്. പക്ഷേ അതിനുള്ള അനുവാദം വി ശിവൻകുട്ടി നൽകുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കണക്കുകൾ രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാണ് പ്രതീക്ഷയേറ്റുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറേണ്ടത് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കളത്തിലിറങ്ങിയതോടെ ആദ്യമായിട്ട് കേരളത്തിൽ BJPക്ക് ഒരു കോർപ്പറേഷൻ തന്നെ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അതും തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയവും. നമുക്കറിയാം, ഇതിനു മുമ്പ് പലതവണ BJP മത്സരത്തിന് ഇറങ്ങുമ്പോഴും ഈ ഒരു പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് തല മാറിയത് കൊണ്ടാണ് തലസ്ഥാനം മാറിയത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും പുറത്തു വരുന്നു. എന്തായാലും ഭരണവിരുദ്ധ വികാരമാണോ അല്ലെങ്കിൽ BJPയിലുള്ള ആളുകളോട്, BJP പ്രവർത്തകരോടുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചതാണോ ഈ തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇങ്ങനെ മാറ്റി ചിന്തിച്ചത് എന്നത് അറിയില്ല എങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യം അതിനൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമുള്ള കാര്യമാണ്. കാരണം ഒരു മലയാളം പോലും കൃത്യമായി പറയാൻ അറിയാത്ത അദ്ദേഹം കേരളത്തിൽ വന്ന് കൃത്യമായിട്ട് മലയാളം പഠിച്ച് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടത് സർക്കാർ ചെയ്തു കൂട്ടുന്ന അനീതികൾക്കെതിരെ സജീവമായി രംഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് ശബ്ദമുയർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു രാജീവ് ചന്ദ്രശേഖർ കളത്തിൽ നിൽക്കുമ്പോൾ ഇനി നിയമത്തും ഇതേ സാഹചര്യം, ഇതേ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം BJPക്കും. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് പ്രതീക്ഷയേറുന്ന സാഹചര്യത്തിലാണ് മണ്ഡലം കൈവിടാതിരിക്കാൻ വേണ്ടി CPM ശിവൻകുട്ടിയെ ഇറക്കി കളിക്കാം എന്നുള്ളൊരു ചോയ്സിലേക്ക് വരുന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ. 2011 വോട്ടെണ്ണലിലൂടെ BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പിച്ച ഒരു സ്ഥലമാണ് നിയമം. പക്ഷേ അവസാന ലാപ്പിൽ വി ശിവൻകുട്ടി മുന്നിലെത്തുകയും O രാജഗോപാൽ പരാജയപ്പെടുകയുമായിരുന്നു. പക്ഷേ ഈ തവണത്തേത് അങ്ങനെയാകാൻ സാധ്യതയില്ല. BJPക്ക് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ള വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ കേരളം എത്തുന്നത്. എന്തായാലും മത്സരം കടുപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ CPMന് മുന്നിലുള്ള ഏക മാർഗം എന്നുള്ളതാണ്. എന്തായാലും 2016 വീണ്ടും ശിവൻകുട്ടി O രാജഗോപാലും തമ്മിൽ മത്സരം നടത്തുകയും നിയമത്ത് വിജയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്. എന്തായാലും 2011 വോട്ടെണ്ണലിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച അവിടെ ശിവൻകുട്ടി ജയിച്ച മണ്ഡലം. അതേ സ്ഥലത്ത് 2016 വീണ്ടും ശിവൻകുട്ടിയും O രാജഗോപാലും തമ്മിലൊരു മത്സരം നടക്കുകയും അവിടെ 2016 നിയമത്തെ ചരിത്രം തിരുത്തിക്കൊണ്ട് O രാജഗോപാൽ വിജയിച്ച് രംഗത്തേക്ക് വരികയും ചെയ്തത്. UDFന് അന്ന് 6000-ലധികം വോട്ടുകളായിരുന്നു കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമം BJPക്ക് തന്നെയായിരുന്നു ലീഡ് നൽകിയത്. 2021 നിയമം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി രംഗത്തേക്ക് വരുന്നതും അതിന് ഉതകുന്ന ഒരാളെന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിയുടെ മാനം കാക്കാൻ വേണ്ടി വി ശിവൻകുട്ടി ഇറങ്ങണം എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി K മുരളീധരൻ വരുന്നു എന്നുള്ളതാണ്. ഇതോടെ നിയമം സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇറങ്ങിയ കുമ്മനം രാജശേഖരന് അടിപതറുന്നു എന്നുള്ള അഭിപ്രായവും സജീവമാണ്. എന്തായാലും ശിവൻകുട്ടി നിയമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് എങ്കിൽ പോലും അതിന് ശിവൻകുട്ടി തയ്യാറല്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 2026 ശിവൻകുട്ടിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നുണ്ട്, പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള അനുമതി അല്ലെങ്കിൽ
അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ശിവൻകുട്ടി താൻ മത്സരിക്കാനില്ല എന്നുള്ളൊരു പ്രതികരണം നടത്തി കഴിഞ്ഞു. 2026 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടായ ലീഡിലും തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തദ്ദേശത്തിലെ മിന്നും വിജയം ലഭിച്ച BJPയുടെ ആത്മവിശ്വാസമാണ് ഇതിനൊക്കെ ഒരു കാരണമായി മാറുന്നത് എന്നുള്ളതാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. നേമത്തെ ഇത്തവണത്തെ വിജയം ഉറപ്പ് എന്നുള്ള വിശ്വാസത്തിൽ BJP പ്രചാരണങ്ങൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിയമം പിടിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോക്സഭയിൽ 22,000-ലധികം വോട്ടിന്റെയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 8,000-ഓളം വോട്ടിന്റെയും ലീഡാണ് നേമത്ത് BJP സാധാരണ നേടിയിട്ടുള്ളത്. കാര്യങ്ങൾ പ്രതികൂലമായിരിക്കെ മണ്ഡലം നിലനിർത്താൻ ശിവൻകുട്ടിയല്ലാതെ മറ്റൊരു പേര് പറയാനില്ല എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മത്സരിക്കാനില്ല എന്ന് നിലവിൽ ശിവൻകുട്ടി നിലപാട് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മത്സരിക്കാനില്ല, പാർട്ടി തീരുമാനം എന്താണോ അത് അനുസരിക്കുമെന്നുള്ളതാണ് തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ശിവൻകുട്ടി നിലപാട് അറിയിച്ചത്. ഇടതുമുന്നണിയായിരിക്കും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമെടുക്കുക എന്നും പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് തന്റെ തീരുമാനമെന്നുമാണ് ശിവൻകുട്ടി പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് സ്വാധീനം സ്ഥാപിക്കാനും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടാക്കി എടുക്കാനും ഒക്കെയുള്ള തീവ്ര പരിശ്രമത്തിലാണ് BJP എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന്റെ ആഘോഷം എന്ന നിലയിൽ കൂടെയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കം കേരളത്തിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ള സൂചനകളുമുണ്ട്. അമിത്ഷായുടെ സന്ദർശനം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ കേരളമാണ് ഇന്ന് ഇവിടെയുള്ളത്. ഇത് പാർട്ടി കേന്ദ്രങ്ങളിൽ ഉണർവ് പകരും എന്നുള്ളത് മാത്രമല്ല, ഇത് നേമത്തെ തിരഞ്ഞെടുപ്പിന് ഒരു അനുകൂല സാഹചര്യം ഒരുക്കും എന്നുള്ള വിലയിരുത്തലിലൂടെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഈ മാസം 11-ന് അമിത്ഷാ തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം BJP തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ വരവാണ് അമിത്ഷായുടേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ അത് വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും എന്നുള്ള വിലയിരുത്തലുണ്ട്. പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിക്കുന്ന തീയതി ഉൾപ്പെടെ അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വരവുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സൂചന. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടുള്ള BJP അംഗങ്ങളെയെല്ലാം ആഭ്യന്തരമന്ത്രി നേരിൽ കാണുകയും അഭിസംബോധന ചെയ്യുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് പുറമെ പാർട്ടിയുടെ ഭാരവാഹികളും പങ്കെടുക്കാനിരിക്കുകയാണ്. അമിത്ഷായ്ക്ക് പുറമെ സംസ്ഥാന തലത്തിൽ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നാണ് വിവരം. മറ്റു മുന്നണികളൊക്കെ സ്ഥാനാർത്ഥി നിർണയം ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രചാരണങ്ങൾ ആരംഭിച്ച് BJP രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ BJPക്കുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് എടുത്തു പറയേണ്ടുന്നത്. എന്തായാലും BJP ഇത്തരത്തിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് നിൽക്കുമ്പോഴും മറുവശത്ത് ഭരണകൂടത്തിലുള്ള ഭരണ സംവിധാനത്തിന്റെ പാർട്ടി എന്ന് നിലവിൽ പറയുന്ന ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ, വലിയ രീതിയിലുള്ള ആശങ്കകൾ അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലുണ്ടായിട്ടുള്ള എല്ലാ അപമാനങ്ങളും എല്ലാ വിവാദങ്ങൾക്കും കെട്ടടക്കണമെങ്കിൽ നേമത്തെ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രവർത്തനം അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം അത് തന്നെയാണ് ഇനി പാർട്ടിയുടെ ഈ നാണക്കേട് മറയ്ക്കാനുള്ള ഏക മാർഗമായിട്ടും വിലയിരുത്തുന്നത്. പക്ഷേ ആ ഒരു നാണക്കേട് മറയ്ക്കാനുള്ള കരുത്തുറ്റ നേതാവായിട്ട് ആരിറങ്ങും എന്നുള്ളതാണ് ഇപ്പോഴും നേമത്ത് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ശിവൻകുട്ടിയിലേക്ക് പാർട്ടി എത്തുന്നുണ്ട് എങ്കിൽ പോലും ശിവൻകുട്ടി പോലും മത്സരിക്കാനില്ല അറിയിക്കുമ്പോൾ അവിടെ മത്സരിച്ച് തോൽക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു വിശ്വാസത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. എന്തായാലും നേമത്ത് നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. BJP അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് ഈ രംഗത്തേക്ക് വരുമ്പോൾ മത്സരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഉടൻ തന്നെ വൈകാതെ തന്നെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നതൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഈ പറയുന്നത് പോലെ ശിവൻകുട്ടിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു തീരുമാനം അതെല്ലാം ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം എന്നാണ് സൂചനകൾ. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. ഇനി ജനവികാരം ജനങ്ങൾ എങ്ങനെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷവും ഇടതുപക്ഷത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളതിന്റെയൊക്കെ നേർചിത്രമായിരിക്കാൻ സാധ്യതയുള്ള ഒരു തിരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനമാണ് നേമത്തുണ്ടാകാൻ പോകുന്നത്. ആ ഒരു നേമത്തേക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.